തവിയുടെ ഈ വീഡിയോയിൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചക്ക കൊണ്ടൊരു പക്കുവടയാണ്. ചക്ക പക്കുവട തയ്യാറാക്കാനായിട്ട് കുരു കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുള്ള ചക്കച്ചുള ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതൊന്ന് അരിഞ്ഞ് കിട്ടാൻ മാത്രം മതി. നമുക്ക് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ചക്ക നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തിട്ടുള്ള ചക്ക ഒരു ബൗളിലേക്ക് മാറ്റുക. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇനി അരിഞ്ഞ് വെച്ചിട്ടുള്ള 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി മല്ലിയില, അരിഞ്ഞെടുത്ത കറിവേപ്പില, ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1-2 ടീസ്പൂൺ അരിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് പൊരിഞ്ഞ് കിട്ടുമ്പോൾ ചക്ക മാത്രമായിട്ടുണ്ടെങ്കിൽ പൊരിച്ചെടുക്കുമ്പോൾ ഒട്ടി ഇങ്ങനെ നിൽക്കും, ചട്ടിയിലൊക്കെ പറ്റിയിട്ട് നിൽക്കും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ആ ചക്കയുടെ അളവ് കൂടുതലാവുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റും കൂടുതൽ. സാധാരണ നമ്മൾ കടലമാവ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കൊക്കവടേനെക്കാട്ടിലും ടേസ്റ്റാണ്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൽ നമ്മൾ മുട്ടയോ അല്ലെങ്കിൽ സോഡാപ്പൊടിയോ അങ്ങനെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, പൊന്തി കിട്ടാനോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അല്ലാതെ തന്നെ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ നമ്മളിത് സാധാരണ മാവ് നമ്മൾ കൂട്ടി വെച്ചിട്ട് കുറച്ച് നേരം വെക്കാറുണ്ട് പൊങ്ങി കിട്ടാനായിട്ട്. അങ്ങനെ ഇത് വെക്കാൻ പാടില്ല. ഇത് മാവ് കൂട്ടി കഴിഞ്ഞാൽ അപ്പം തന്നെ പൊരിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ചേർത്ത് കൊടുത്തില്ല വെച്ചിട്ടും കുഴപ്പമില്ല, ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ ചെയ്യാം. ആഡ് ചെയ്യാതിരിക്കുകയോ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്, പാകമായിട്ടുണ്ട്. നമുക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള. ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെയായി ഇട്ട് കൊടുക്കുക. ചെറിയ ചെറിയ ബോൾസുകളായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ വളരെ സോഫ്റ്റായിട്ട് നിൽക്കുക. കുറച്ചുകൂടി ഹാർഡായി തിക്കായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യാം. ഇത് ഞാനിപ്പോൾ വളരെ സോഫ്റ്റായിട്ട് എങ്ങനെയാണെന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പക്കോടൻ്റെ ഒരു സൈഡ് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നല്ല പാകമായി വന്നിട്ടുണ്ട്. രണ്ട് ഭാഗവും ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു രുചിക്കൂട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നാടൻ രുചിക്കൂട്ടുകളെക്കുറിച്ച് അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. രുചിക്കൂട്ടുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.